ഇന്ത്യൻ ഫുട്ബോളിനെ ഡീറ്റെയിൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന പലർക്കും അറിയാം OCI പ്ലേയേഴ്സ് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. എന്നാൽ ഈ കാര്യം ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു പരത്തുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് OCI താരങ്ങളൊക്കെ? നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ നല്ല ടാലൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടെടുത്തൂടെ, എന്നിട്ട് വേൾഡ് കപ്പൊക്കെ കളിച്ചൂടെ എന്നുള്ളത്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ടൈമിംഗ് ആണ് ഈ ഒരു സാഹചര്യം. കാരണം കഴിഞ്ഞ ദിവസം ഫിഫ അവരുടെ റാങ്കിങ് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ലോക ഫുട്ബോളിലെ നമ്പർ 1 രാജ്യങ്ങളെയാണ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ 1-ാം സ്ഥാനം കൈവരിച്ചത് അർജൻറ്റീനയാണ്, 5-ാം സ്ഥാനം കൈവരിച്ചത് ബ്രസീലാണ്. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും അതിങ്ങനെ തിരഞ്ഞു പഠിച്ച് നോക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 127ആണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റാങ്കിങ് എന്ന് പറയുന്നത്, അതായത് അഭിമാനം കൊള്ളാൻ പറ്റിയ ഒരു റാങ്കിങ് 94, 93 എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. സോ അതിന് ശേഷവും അതിൻ്റെ മുമ്പ് നോക്കുകയാണെങ്കിൽ 100-ൽ കുറഞ്ഞിട്ടുള്ള ഒരു റാങ്കിങ് നമ്മൾ കിട്ടിയിട്ടില്ല. ഒരു കാലത്ത് 162 ആയിരുന്നു, ഇപ്പോൾ അത് 127 ആയിട്ടുണ്ട്. സോ ഇവിടെ നിന്നും വ്യക്തമാണ് എന്തിനാണ് ഈ OCI പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യങ്ങളാണ്, അല്ലാതെ ആരൊക്കെ എങ്ങനെയൊക്കെ വരും എന്നുള്ളതല്ല. സോ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. OCI പ്ലേയേഴ്സിനെ പറ്റി പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ISL, ഐ ലീഗ് പോലത്തെ ലീഗുകളൊക്കെ ഇവിടെ ഉടലെടുക്കുന്നുണ്ടല്ലോ, പിന്നീട് എന്താണ് മികച്ച താരങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് എന്നുള്ളതാണ്. പിന്നെ രാജ്യത്തിന് എന്തുകൊണ്ട് നമ്മുടെ വേൾഡ് കപ്പ് ഒന്നും കളിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. സോ കോമൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 140 കോടിയിലധികം ജനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1.5 ലക്ഷവും അതല്ലെങ്കിൽ 2 ലക്ഷവും ജനസംഖ്യയുള്ള ഐലൻഡുകൾ പോലും വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഈ 140 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, 140 കോടിയിൽ നിന്നും ഒരു 11 പേരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 140 കോടിയിൽ നിന്നും 11 പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യയിൽ ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും രാഷ്ട്രീയപരമായിട്ടും പൊളിറ്റിക്സും കയറ്റി ചേർന്നിട്ടാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിലെ ഓരോ പ്ലേയേഴ്സിനെയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ക്യാപ്റ്റനായിരുന്ന സുനിൽ ഛേത്രി വീണ്ടും തിരിച്ചു വന്നിട്ടുള്ള ഒരു കാര്യം. എന്തുകൊണ്ടാണ് സുനിൽ ഛേത്രി അവിടേക്ക് തിരിച്ചു വന്നത്? സോ ഇന്ത്യൻ ഫുട്ബോളിൽ നല്ലൊരു സ്ട്രൈക്കർ ഇല്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയായിട്ടുള്ള ആ ഒരു മത്സരം തന്നെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഒരു മികച്ചൊരു സ്ട്രൈക്കറിൻ്റെ അഭാവം നല്ല രീതിയിൽ കാണുന്നുണ്ട്. സോ സുനിൽ ഛേത്രിക്ക് തിരിച്ചു വരെയല്ലാതെ മറ്റൊരു കാര്യം ചെയ്യാനില്ല. അപ്പോൾ ബൈച്ചിങ് ബൂട്ടിയനെ പോലെയുള്ള താരങ്ങളെ ഇതിനൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നല്ലൊരു സ്ട്രൈക്കറെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യൻ ഫുട്ബോളിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഐ ലീഗ് ഇവിടെ നടക്കുന്നുണ്ട്, ഇനി അതിലുപരി ISL ഇവിടെ നടക്കുന്നുണ്ട്. ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള പല താരങ്ങളുമായി കൂട്ടുകെട്ടിണക്കിയിട്ട് സ്ട്രൈക്കർ നിരയും മിഡ്ഫീൽഡ് നിരയൊക്കെ ഭരിക്കാൻ പറ്റിയിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും ഇന്ത്യൻ ഫുട്ബോളിലേക്ക്, ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു സ്ട്രൈക്കർ പൊസിഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കളിക്കാരായി മാറുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ ടച്ച് ഫുട്ബോളിലെയും ഇന്ത്യൻ ടച്ച് ഫുട്ബോളിലെയും പ്രാക്ടീസ് സെക്ഷനും അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. നല്ലൊരു സ്റ്റേഡിയം അതല്ലെങ്കിൽ നല്ലൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ഇന്ന് പല ക്ലബ്ബുകൾക്കും, ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പല ക്ലബ്ബുകൾക്കുമില്ല. എന്തിന് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിന് തന്നെ അത് കമ്മിയാണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ് OCI പ്ലേയേഴ്സിൻ്റെ പ്രാധാന്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പല രാജ്യങ്ങളും, ഇപ്പോൾ ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ OCI പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെയായിട്ട് ഒരു ഡുവൽ സിറ്റിസൺഷിപ്പ് നൽകുന്ന ഒരു സംഭവം ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ ഇവർക്ക് ആർക്കും പന്ത് തട്ടാനായിട്ട് കഴിയൂല. ഇനിയിപ്പോൾ OCI താരങ്ങൾ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ രക്ഷപ്പെടുന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇത്ര കാലം നമ്മൾ എന്ത് ചെയ്തോ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവും. കാരണം ഇവരൊക്കെ നമ്മുടെ രാജ്യത്ത് ജനിച്ചെങ്കിലും പുറത്ത് പോയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുള്ള പല ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ആഷിഖ് കുർണിയനെ പോലെയുള്ള താരങ്ങൾ എടുത്ത് നോക്കുക, ഇവരൊക്കെ ഒരു നല്ല ടച്ചുള്ള ഫുട്ബോളാണ് ആഷിഖ് കുർണിയനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവരൊക്കെ പുറത്ത് പോയി, അതായത് സ്പെയിനിലൊക്കെ പോയിട്ട് അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും നടത്തിയിട്ടുള്ള കളിക്കാരാണ്. ഇപ്പോൾ വിപിൻ മോഹൻ തന്നെ ഇതിന് ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. കാരണം വിപിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീസിലൊക്കെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇവിടെ വന്ന് കളിക്കുമ്പോൾ മികച്ചൊരു മിഡ്ഫീൽഡറെ തന്നെ നെയ്തെടുക്കാനായിട്ട് ഇന്ത്യൻ ഫുട്ബോളിന് സാധിക്കുമെന്നുള്ളത്. കാരണം ഇന്ത്യൻ ഫുട്ബോളും യൂറോപ്യൻ ഫുട്ബോളും തമ്മിൽ ഒരു വലിയ വ്യത്യാസം തന്നെ കിടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ട്രെയിനിങ് ചെയ്ത കളിക്കാരും ഇന്ത്യൻ ഫുട്ബോളിൽ കളിച്ചുകൊണ്ട് കളിക്കുന്ന കളിക്കാരും നല്ല വ്യത്യാസം തന്നെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് വിദേശ താരങ്ങളായിട്ടുള്ള, അതായത് വിദേശത്ത് പോയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ള സിറ്റിസൺഷിപ്പ് ഉള്ള കളിക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം, OCI പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് വരാനുള്ള പല കളിക്കാരും അടുത്ത ലോകകപ്പിൽ ന്യൂസിലാൻഡിന് വേണ്ടിയും അങ്ങനെ പല രാജ്യങ്ങൾക്ക് വേണ്ടിയും പന്ത് തട്ടാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്.
കാരണം അത് ആ രാജ്യത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. ഓരോ രാജ്യത്തും ടാലൻറ്റഡ് ആയിട്ടുള്ള പല പ്ലേയേഴ്സിനെയും കൊണ്ടുവരുമ്പോൾ നമ്മളെ രാജ്യം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എൻ്റെ ഫാമിലിയിലുള്ളവരെ ഈ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കയറ്റാം എന്നുള്ള രീതിയിലാണ്. സോ ഇതൊന്നും പൂർണ്ണമായിട്ടും ഫുട്ബോളിൽ നടക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെയുണ്ട്. എന്തായാലും ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ OCI പ്ലേയേഴ്സിന് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും OCI പ്ലേയേഴ്സിനെ ഇന്ത്യൻ ഫുട്ബോളിൽ കൊണ്ടുവരേണ്ടി വരും. കാരണം ഒരു മികച്ച ഒരു സ്ട്രൈക്കറുടെ അഭാവം ഇന്ത്യൻ ഫുട്ബോളിൽ നല്ലോണം കണ്ടുവരുന്നുണ്ട്. സുനിൽ ഛേത്രി ഇപ്പോൾ ഒരു 5-6 മത്സരങ്ങൾ കളിക്കാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നുള്ളൂ. ഇനിയും അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി തലമുറയ്ക്ക് ഒരു കോട്ടം പറ്റുന്ന രീതിയാണ്. കാരണം സുനിൽ ഛേത്രിയൊക്കെ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശേഷം ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു ഫുട്ബോളാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നിട്ട് ഇങ്ങനെ ഒരു ഫുട്ബോളിന്, അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടാടുന്ന ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫുട്ബോളിന് അത്രയും ഒരു ലോക്കലായിട്ടുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ല, അതല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിനെ കഴിയുമോ? ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമാണ് ഈ OCI പ്ലേയേഴ്സ്. സോ ഇതിനെ പറ്റിയിട്ടുള്ള OCI താരങ്ങൾ ഇങ്ങോട്ട് വരുന്നത്, അതുപോലെ OCI താരങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള കളിക്കാർ, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.